അവരുടെ അത് തന്നെ നമുക്കതന്നെ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ആരെയും ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. ദൈവം ആകർഷിക്കാതെ ആരും വരത്തില്ല. ബഹുമാന്യരായ ദേശനിവാസികളെ, പ്രിയമുള്ള സഹോദരന്മാരെ, നിങ്ങളുടെ അടുത്ത് വന്നു നിന്നുകൊണ്ട് അല്പസമയം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ നിങ്ങളോട് അറിയിക്കുവാൻ സർവശക്തനായ ദൈവം തന്ന കൃപയും ആത്മാവിൻ്റെ ബലത്തോടെ നിങ്ങളുടെ അടുത്ത് വന്നു നിന്ന് നിങ്ങളുടെ ശ്രദ്ധയെ അല്പസമയം ഈ ശബ്ദത്തിലേക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോ ദിവസവും വളരെ കഷ്ടതയിൽ കൂടിയാണ് നമ്മുടെ ജീവിതം മുൻപോട്ട് നയിക്കുന്നത്. എന്നാൽ നമ്മെ നടത്തുന്ന ദൈവത്തെ നാം മറന്നുകൊണ്ട്, ആ ദൈവത്തെ നാം വിസ്മരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം നാം മുൻപോട്ട് നയിക്കുന്നുവെങ്കിൽ തീർച്ചയായും നാം അനേകം പ്രതികൂലങ്ങളിൽ കൂടിയും പ്രതിസന്ധികളിൽ കൂടിയും ഒക്കെയും കടന്നു പോകേണ്ടി വരും എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നുവെങ്കിൽ തീർച്ചയായും നമ്മൾ പരാജയപ്പെടുകയില്ല, നമ്മൾ വിജയിക്കും, നമ്മൾ പ്രത്യാശയുള്ളവരായിരിക്കും. നാം ഒന്നും നഷ്ടപ്പെട്ടു പോയവരെന്നും ഒന്നുമില്ലാത്തവരെന്നും ആരും സഹായിക്കുവാൻ ഞങ്ങൾക്കില്ല എന്നും ഒന്നും നമ്മുടെ ജീവിതത്തിൽ കരുതേണ്ടതില്ല. കാരണം സകല സൃഷ്ടിയുടെയും ഉടമസ്ഥനായ ദൈവം നമ്മോട് കൂടെ ഉണ്ട്. അതാണ് അല്പസമയം നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്. യോബിൻ്റെ പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം പറയുന്നത് ഇപ്രകാരമാണ്: ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു, അവൻ്റെ ശ്വാസം എനിക്ക് ജീവനെ തന്നു എന്ന്. അപ്പം നമ്മളെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ ആത്മാവാണ്. എന്നാലും ദൈവത്തിൻ്റെ ശ്വാസമാണ് നമ്മളെ ജീവനുള്ളവരാക്കി എഴുന്നേൽപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. അത് ഉൽപ്പത്തി പുസ്തകം നാം പഠിക്കുമ്പോൾ അവിടെ പ്രിയമുള്ളവരെ നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിൻ്റെ കൈകൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അത് ഈ നിലത്തെ മണ്ണുകൊണ്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പോൾ ആ മണ്ണിന് ജീവനില്ലായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ശ്വാസം ആ മണ്ണുകൊണ്ടുണ്ടാക്കിയ മനുഷ്യൻ്റെ മൂക്കിലൂതിയപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി എഴുന്നേറ്റ് നിന്നു എന്ന് തിരുവചനം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതാണ് ഇവിടെ യോബ് നമ്മളോട് പറയുന്നത് എന്നുള്ള കാര്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം യോബിൻ്റെ ജീവിതത്തിൽ അനേക കഷ്ടതകളിൽ കൂടി അദ്ദേഹം കടന്നുപോയി. എന്നാൽ അദ്ദേഹം ദൈവത്തിൽ ഉറച്ച് വിശ്വസിക്കുകയും ദൈവത്തിൽ പ്രത്യാശയുള്ളവനായിരിക്കുകയും ചെയ്തതിനാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ അതിൻ്റെ ഇരട്ടി ദൈവം തിരിച്ചനുഗ്രഹിക്കുകയും ചെയ്തു എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതാണ് യോബിൻ്റെ പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ കൂടി യോബ് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അടുത്തതായി പ്രിയമുള്ളവരെ, സംഖ്യാപുസ്തകം 27-ാമത്തെ അധ്യായം നാം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ ദൈവം ഒരു മനുഷ്യനോട് കൂടെ ഉണ്ട് എന്ന് ഒരു രാജ്യത്തെ ഭരണാധികാരിയും അവിടുത്തെ ജനങ്ങളെല്ലാവരും അറിയുകയാണ്. കാരണം ദൈവത്തിൻ്റെ ആത്മാവുള്ള ഒരു മനുഷ്യൻ, അതാണ് അവിടെ ഭരണാധികാരി പറയുകയാണ്. മിസ്രൈമിലെ ഭരണാധികാരി അല്ലെങ്കിൽ ഈജിപ്തിലെ ഭരണാധികാരി അദ്ദേഹത്തിൻ്റെ ഭൃത്യന്മാരോട് പറയുകയാണ്, ദൈവത്തിൻ്റെ ആത്മാവുള്ള ഈ മനുഷ്യനെ പോലെ മറ്റൊരുത്തനെ അന്വേഷിക്കുമോ എന്ന് അവരോട് പറയുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചെന്നാൽ, ലോകത്തേക്ക് കടന്നു വരുന്ന വലിയ ക്ഷാമത്തെ പറ്റി രാജാവിന് സ്വപ്നം കാണുവാൻ ദൈവം ആ രാജാവിനെ സ്വപ്നം കാണിച്ചു. എന്നാൽ രാജാവിന് അത് എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇവിടെ കാണുവാൻ കഴിയുന്നത് എപ്രകാരമെന്ന് പറഞ്ഞെന്നാൽ, രാജാവ് കണ്ട സ്വപ്നം വ്യാഖ്യാനിക്കുകയും അതിൻ്റെ അർത്ഥം
മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തുകയും ചെയ്യണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവുള്ള ഒരു മനുഷ്യന് മാത്രമേ അതിന് സാധിക്കൂ എന്നുള്ള യാഥാർത്ഥ്യം ഇവിടെ വെളിപ്പെടുകയാണ്. അതാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. യോസേഫ് എന്ന് പറയുന്ന മനുഷ്യൻ തടവിൽ കാരാഗ്രഹത്തിൽ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ പറ്റി അറിയാവുന്ന ഒരു ഭൃത്യനാണ് ഫറവോനോട് പറയുന്നത്, ഇന്നതുപോലെ എനിക്കൊരു മനുഷ്യനെ അറിയാം, അദ്ദേഹം തടവിൽ കിടക്കുന്നു. അദ്ദേഹം സ്വപ്നം വ്യാഖ്യാനിക്കുകയും രാജാവ് കണ്ട സ്വപ്നത്തിൻ്റെ അർത്ഥം വിവരിക്കുകയും ചെയ്യുമെന്ന് രാജാവിനോട് പറഞ്ഞപ്പോൾ രാജാവ് ആ മനുഷ്യനെ തടവറയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് അദ്ദേഹത്തെ നല്ല വസ്ത്രങ്ങളൊക്കെയും ധരിപ്പിച്ച് നല്ല ഭംഗിയുള്ളവനാക്കി രാജസന്നിധിയിൽ നിർത്തിയപ്പോൾ രാജാവ് യോസേഫിനോട് പറയുവാൻ ഇടയായി തീർന്നു, ഇപ്രകാരം ഞാനൊരു സ്വപ്നം കണ്ടിരിക്കുന്നു. കാരണം നദിയിൽ നിന്ന് 7 നല്ല കൊഴുത്ത തടിച്ച പശുക്കൾ കരയ്ക്കോട്ട് കയറി വരികയും അവർ ഞാങ്ങണയുടെ ഇടയിൽ മേഞ്ഞു നടക്കുകയും ഞാൻ കാണുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ മെലിഞ്ഞതും കണ്ടാൽ വിരൂപവുമായ 7 പശുക്കൾ കയറി വരികയും ഈ തടിച്ചു കൊഴുത്തിരിക്കുന്ന 7 പശുക്കളെ ആ മെലിഞ്ഞ പശു തിന്നുകയും ചെയ്തു എന്ന് ഫറവോനോട് പറയുവാനിടയായി. പിന്നീട് രാജാവ് കണ്ടത് ഇപ്രകാരമായിരുന്നു, നല്ല മണിയുള്ള ഒരു 7 കതിരുകൾ പൊങ്ങി വന്നു. അതിനുശേഷം പതിരായിട്ടുള്ള 7 കതിരുകളും പൊങ്ങി വന്നു. അതിൻ്റെ വ്യാഖ്യാനവും രാജാവിന് കൊടുത്തു കഴിഞ്ഞപ്പോൾ രാജാവിനോട് പറയുകയാണ്, രാജാവ് കണ്ട സ്വപ്നം ഇതാണ്, ഒരു വലിയ വിളവെടുപ്പ്, അതായത് 7 സംവത്സരം മിസ്രയീമിൽ അതിഭയങ്കരമായ വിളവുണ്ടാകും, ഇല്ലെങ്കിൽ വലിയ വിളവുണ്ടാക്കണം എന്നുള്ളതായിരുന്നു ഫറവോനോട് പറഞ്ഞത്. അത് 7 വർഷത്തെ നല്ല അനുഗ്രഹമേറിയ ആ കാലഘട്ടമെന്നും രാജാവിനോട് യോസേഫ് പറയുവാനിടയായി. മെലിഞ്ഞ അല്ലെങ്കിൽ പതിരായിട്ടുള്ള 7 കതിരുകളോ അത് വരുവാനിരിക്കുന്ന 7 സംവത്സരത്തെ മഹാക്ഷാമമാണെന്നും ആ ക്ഷാമത്തിൽ നിന്ന് ആരും രക്ഷപ്പെടുകയില്ല, ലോകം മുഴുവൻ ആ ക്ഷാമം വ്യാപിക്കുമെന്നും ഫറവോനോട് യോസേഫ് പറയുവാൻ ഇടയായി. അപ്പോൾ അതിനെന്ത് മാർഗമാണ് സ്വീകരിക്കേണ്ടത് എന്നും യോസേഫ് രാജാവിനോട് പറഞ്ഞു. ധാരാളം പാഠ്യശാലകൾ രാജ്യത്ത് നിർമ്മിക്കുകയും 7 വർഷം ലഭിക്കുന്ന ഏറ്റവും വലിയ ധാന്യ സമ്പത്ത് അതിലൊക്കെയും നിറച്ച് സൂക്ഷിച്ചു വയ്ക്കുകയും വരുന്ന 7 സംവത്സരത്തിലെ അതിഭയങ്കരമായ ക്ഷാമത്തെ അതിജീവിക്കുവാൻ ലോകത്തിന് മുഴുവൻ തന്നെ നൽകുവാനുള്ള സമ്പത്ത്, ഭക്ഷണം അവിടെ ഈജിപ്തിൽ കരുതുവാനിടയായി. പല രാജ്യങ്ങളിൽ നിന്നും ഈജിപ്തിലേക്ക് ജനങ്ങൾ വരികയും ഭക്ഷണ സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകുകയും ചെയ്തതായി പിന്നീട് നമുക്ക് ആ അധ്യായം വായിക്കുമ്പോൾ കാണുവാൻ കഴിയും. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവുള്ള ഒരു മനുഷ്യന് മാത്രമേ പ്രിയമുള്ളവരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വ്യാഖ്യാനിക്കുവാനും അതിൻ്റെ അർത്ഥം പറഞ്ഞ് മനസ്സിലാക്കുവാനും കഴിയുകയുള്ളൂ എന്ന് തിരുവചനം ഈ വാക്യങ്ങളിൽ കൂടി നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മുടെ ഇടയിലുമുണ്ട് പ്രിയമുള്ളവരെ അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവുള്ള അനേക ദൈവദാസന്മാർ. അവർ നല്ല ഉപദേശങ്ങളും നാം നശിച്ചു പോകാതെ, നാം ക്ഷാമം അനുഭവിക്കാതിരിക്കേണ്ടതിന്, നാം ആരോഗ്യമുള്ള കാലഘട്ടങ്ങളിൽ നാം ജോലി ചെയ്യുന്നത് സൂക്ഷിച്ചു വയ്ക്കുകയും സമ്പാദിക്കുകയും അങ്ങനെ സമൃദ്ധിയുള്ള കാലത്ത് നാം നമുക്ക് വേണ്ടി കരുതി വയ്ക്കുകയും നമുക്ക് സമൃദ്ധി ഇല്ലാത്ത ഒരു നല്ല നാളുകൾ, ഒരു കഷ്ടത വരുമ്പോൾ അന്ന് ഈ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് നമ്മളെ നിലനിർത്തുകയും ചെയ്യും എന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. ഇന്ന് ലോകമെമ്പാടുമുണ്ട് ദൈവത്തിൻ്റെ ആത്മാവുള്ള അനേക ദൈവദാസന്മാർ, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിനുണ്ട്. കാരണം വാസ്തവമായും പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് ഒരു ജനതയെ ശരിക്കും ഈ ലോകത്തിൻ്റെ മുൻപിൽ നിർത്തിക്കൊണ്ട് കഷ്ടതകളെയും ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും ഒക്കെ തരണം ചെയ്യുവാൻ പഠിപ്പിക്കുകയും അതിനാവശ്യമായ ഉപദേശങ്ങളെ നൽകുകയും അതുപോലെ തന്നെ കഷ്ടകാലത്തിൽ അവർ നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ നല്ല ഉപദേശങ്ങളെ അവരുടെ ഹൃദയത്തിൽ പകരുകയും അതും പ്രകാരം ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചും കൊണ്ട് അവർ ജീവിക്കുമ്പോൾ അവരുടെ ഈ ലോകത്തിലുണ്ടാകുന്ന ഏത് കഷ്ടതകളെയും പ്രയാസങ്ങളെയും ഒക്കെ നീക്കി പ്രത്യാശയുള്ള ഒരു നല്ല ജീവിതം അവർക്ക് നൽകുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. അതിന് സ്വർഗത്തിലെ ദൈവം ആക്കി വച്ചിരിക്കുന്നതാണ് ഇവരെയൊക്കെയും. ആയതിനാൽ പ്രിയമുള്ളവരെ, നമ്മെ സൂക്ഷിക്കുവാൻ ദൈവം ഇവിടെ ചിലരെ ഏർപ്പെടുത്തി ആക്കി വച്ചിട്ടുണ്ട്. അവർ പറയുന്ന നല്ല ഉപദേശങ്ങളെയാണ് പ്രിയമുള്ളവരെ നാം സ്വീകരിക്കേണ്ടത്. അങ്ങനെ സ്വീകരിക്കണമെങ്കിൽ തീർച്ചയായും
ഈ ഭൂമിയിലെ ഏറിയാൽ 70 അല്ലെങ്കിൽ 80 എന്ന ഒരു ചെറിയ കാലഘട്ടം മാത്രമല്ല നമുക്ക് ജീവിതമുള്ളത്. ഇവിടെ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ ശരീരം മാത്രമാണ്. ഈ മണ്ണിൽ നിന്ന് നമ്മളെ സൃഷ്ടിച്ചെടുത്തത് കാരണം നമ്മുടെ ശരീരം നമ്മുടെ മരണത്തോടുകൂടി മണ്ണിലേക്ക് പോകുമ്പോൾ നമ്മളിൽ പകർന്നിരിക്കുന്ന ജീവനെ നൽകിയ ദൈവത്തിൻ്റെ അടുത്തേക്ക് നമ്മുടെ ആത്മാവ് കടന്നു പോകും. എന്നാൽ ദൈവം പരിശുദ്ധനും വിശുദ്ധനുമായത് കാരണം നമ്മളും പരിശുദ്ധിയുള്ളവരും വിശുദ്ധരുമായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. കാരണം ഈ ഭൂമിയിലെ ഏറിയാൽ 70 അല്ലെങ്കിൽ 80 എന്ന ഈ ചെറിയ കാലഘട്ടം അതിഭയങ്കരമായ കഷ്ടതകളിൽ കൂടിയും പ്രയാസങ്ങളിൽ കൂടിയും ബുദ്ധിമുട്ടുകളിൽ കൂടിയും ദാരിദ്ര്യത്തിൽ കൂടിയുമാണ് ഓരോ മനുഷ്യരും കടന്നു പോകുന്നത്. എന്നാൽ നമുക്ക് വരുവാനിരിക്കുന്ന ദൈവത്തിൻ്റെ കൂടെയുള്ള നമ്മുടെ വാസമോ അതൊരിക്കലും അവസാനിക്കുകയില്ല. ആ ജീവിതത്തിന് അവസാനമില്ലാതെ നമ്മൾ ദൈവത്തോടു കൂടെയാണ് വസിക്കുന്നത്. ആയതിനാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ലോക ജീവിതത്തിൽ തന്നെ മാനവരാശിയുടെ ആത്മാവിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ നമ്മൾ ഈ ലോകത്ത് മാത്രമല്ല വരുവാനിരിക്കുന്ന ലോകത്തേക്കും പ്രവേശിക്കുവാനുള്ള വ്യക്തിത്വങ്ങളായി മാറും. നമ്മുടെ ആത്മാവ് ദൈവത്തോടു കൂടെ വസിക്കും. പ്രിയമുള്ളവരെ, ആ വാസത്തിനായി നമ്മുടെ ഈ ജീവിതത്തിൽ നാം ഇത് ചെയ്തേ മതിയാകൂ. അതാണ് നമ്മൾക്ക് ഇന്നും പ്രത്യാശ തരുന്നത്. നാം നടക്കുന്ന വഴികളിൽ നാം കല്ലിൽ തട്ടി വീഴാതിരിക്കാൻ ദൈവം നമ്മുടെ കരം പിടിക്കുന്നു. നാം തകർന്നു പോകാതിരിക്കുവാൻ ദൈവം നമ്മുടെ കരം പിടിക്കുന്നു. നാം ഇരുട്ടത്തിൽ കൂടി നടന്ന് നശിച്ചു പോകാതിരിക്കുവാൻ ദൈവം വെളിച്ചമായി നമ്മുടെ മുന്നിൽ നടക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം പേറി നടക്കുന്ന ഭാരങ്ങളെ ദൈവത്തിൻ്റെ ചുവരിൽ ഏറ്റെടുക്കുവാൻ തയ്യാറായി നിൽക്കുന്നു. അതാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്, നിന്റെ ഭാരങ്ങളൊക്കെ എൻ്റെ മേലിട്ടുകൊള്ളുക എന്ന്. കാരണം നമ്മുടെ ജീവിതത്തിൽ അനേക ഭാരങ്ങൾ കടന്നു വരുന്നുണ്ട്. പ്രിയമുള്ളവരെ, അതൊന്നും നമുക്കെല്ലാം സഹിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ സകല ഭാരവും ചുമക്കുവാൻ ശേഷിയും ശക്തിയുമുള്ള ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ വേദനകൾ, നമ്മുടെ ഉറക്കം വരെ കെടുത്തി കളയുന്ന നമ്മുടെ ദുഃഖങ്ങളൊക്കെയും യേശു കർത്താവിൻ്റെ കരങ്ങളിൽ നാം സമർപ്പിക്കുന്നുവെങ്കിൽ തീർച്ചയായും നമ്മൾ പൂർണ്ണമായും സ്വതന്ത്രരായിരിക്കുമെന്ന് ഇവിടെ തിരുവചനം ബോധ്യപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, നാം സ്വതന്ത്രരായിട്ട് മാത്രമാണ് ജീവിക്കേണ്ടത്. സ്വാതന്ത്ര്യമില്ലാതെ ഒരിക്കലും നാം ജീവിക്കുവാൻ ദൈവം ആഗ്രഹിക്കരുത്. ആമേൻ. ദൈവം ആഗ്രഹിക്കുന്നില്ല. സ്വാതന്ത്ര്യമില്ലാത്ത ജീവിതം നയിക്കുന്ന ജനമൊക്കെയും പിശാചിനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തിരുവെഴുത്ത് പറയുന്നു. ആ ബന്ധനത്തിൽ നിന്നൊരു മനുഷ്യന് പോലും സ്വയമായും രക്ഷപ്പെടുവാൻ കഴിയുകയില്ല. കാരണം ദൈവത്തിന് മാത്രമേ പിശാചിന്റെ ബന്ധനത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ. ഈ ലോകത്തിന്റെ എല്ലാ മോഹങ്ങളെയും നമ്മളിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് നമ്മളെ ഒന്നുമല്ലാത്തവരാക്കി, നമ്മുടെ ബുദ്ധിയെ മറിച്ചു കളഞ്ഞ് നമുക്ക് തിരിച്ചറിവില്ലാത്തവരായി, ദൈവത്തിൻ്റെ ഇഷ്ടമല്ല പിശാചിൻ്റെ ഇഷ്ടം നാം അതനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ തലമുറകളുടെ ജീവിതത്തിലും പ്രിയമുള്ളവരെ നമുക്കൊരു നന്മയും ലഭിക്കുകയില്ല. നമുക്കൊരു പ്രത്യാശയുമുള്ളവരായിരിക്കുകയില്ല. ഇന്ന് ലഭിക്കുന്നു, അതിന് തന്നെ ചെലവാകുന്നു. നാളത്തേക്ക് നാം ഒന്നും കരുതി വയ്ക്കുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവുള്ള ഒരു മനുഷ്യനോ അപ്രകാരമല്ല. അവനൊരിക്കലും നശിച്ചു പോകുവാൻ ദൈവം സമ്മതിക്കുകയില്ല. അവൻ്റെ അയൽവാസി നശിച്ചു പോകുവാനും ദൈവം സമ്മതിക്കുകയില്ല. അവൻ്റെ അയൽവക്കത്ത് പട്ടിണി കിടക്കുവാൻ അവൻ സമ്മതിക്കുകയില്ല. ഇതൊക്കെയും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജ്ഞാനവും പരിജ്ഞാനവുമാണ്. പ്രിയമുള്ളവരെ, ആയതിനാൽ ദൈവത്തിൻ്റെ ആത്മാവുള്ള ഒരു മനുഷ്യനായി തീരണമെങ്കിൽ തീർച്ചയായും നമ്മുടെയൊക്കെയും ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കാൽവരിയിൽ 2 കള്ളന്മാരുടെ മധ്യത്തിൽ ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ നമ്മുടെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കണമേ എന്ന അപേക്ഷയോടും പ്രാർത്ഥനയോടും കൂടി ഞാൻ എൻ്റെ വാക്കുകൾ ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ കോളനിയിലായിരിക്കുന്ന എല്ലാ ജനത്തെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സമാധാനവും സന്തോഷവും സ്നേഹവും അവരുടെ ഹൃദയങ്ങളിലൊക്കെയും എപ്പോഴും വർഷിക്കട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹം എപ്പോഴും അവരോട് കൂടെ ഇരിക്കട്ടെ. ദൈവത്തിൻ്റെ പ്രത്യാശയുള്ളവരായി അവർ ജീവിക്കട്ടെ. ആയതിനാൽ കർത്താവ് ധാരാളമായി നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ പ്രിയമുള്ളവരെ ഞാൻ എൻ്റെ വാക്കുകൾ ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ.